Hello friends, welcome to the channel. Now, we have one card. We have one card in the box. We have one card delivered. Now, you have one card video. Almost actually one card user and South Bank unsecured one card. That is normal credit card, one card, normal credit card, metal credit card. Normally one card in the variant add-on card and some more. വേറൊരു കാർഡാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു 2 ദിവസം മുമ്പ് നമ്മുടെ വൺ കാർഡിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഫ്രോഡ് സംഭവം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡാറ്റ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ലീക്ക് ആവുന്ന സംഭവത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനൊരു റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാർഡാണ് ആക്ച്വലി ഇതിട്ടാ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും സൗത്ത് ബാങ്കിൻ്റെ കാർഡാണ്. നോർമൽ വൺ കാർഡാണല്ലോ, വൺ കാർഡ് ലൈറ്റോ അതുപോലെ തന്നെ FD കാർഡോ സംഭവമൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് സംഭവങ്ങളൊക്കെ പണ്ടത്തെ അതേപോലെ തന്നെയാണ്, ചെറിയ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ സെയിം തന്നെയാണ് എനിക്ക് 2 കൊല്ലം മുമ്പ് വന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വൺ കാർഡ്, പണ്ടത്തെ വൺ കാർഡ് ഞാൻ കാണിച്ചു തരാം. എവിടെയത് പിന്നെ അത് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വന്നേക്കുന്ന കാർഡ് മെറ്റൽ കാർഡ് അല്ല കേട്ടോ. നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കാർഡ് എടുക്കാം, അല്ലെങ്കിൽ മെറ്റൽ കാർഡ് എടുക്കാം. മെറ്റൽ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. മെറ്റൽ കാർഡിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3000 രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കിട്ടിക്കുന്നത് മെറ്റൽ കാർഡ് തന്നെയായിരുന്നു. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ പിന്നെ മെറ്റൽ കാർഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു മെറ്റൽ കാർഡിന് 3000 രൂപ കൊടുത്തതെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഇത് ഭയങ്കര ക്രൈസാണ്. മെറ്റൽ കാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് മെറ്റൽ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 3000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കും. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ വെറുതെ കാശ് കളയാനുണ്ട്, ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മെറ്റൽ കാർഡ്, വൺ കാർഡിൻ്റെ മെറ്റൽ കാർഡ് പണ്ടത്തെ. നിങ്ങൾക്ക് സൗണ്ട് വെക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അടിച്ചറിയുക ഒരു അതാ ഇതിപ്പോൾ ഇതിൻ്റെ മെറ്റൽ നമ്മൾ അടിക്കുമ്പോൾ ഉണ്ടോ. അപ്പോൾ ഇത് മെറ്റൽ കാർഡായിരുന്നു. അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഡാറ്റ ലീക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എനിക്കൊരു ഫ്രോഡുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഡാറ്റ, നമ്മുടെ കാർഡ് നമ്പർ വരെ അടക്കം അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഡാറ്റ ലീക്ക് വന്നിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ വൺ കാർഡിൻ്റെ സൈഡിൽ നിന്നാണോ. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കണ്ടത് എങ്ങനെ നിങ്ങൾക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ ഓൾറെഡി ഒരു 2 ദിവസം മുമ്പ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്ന കാർഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കാർഡ് കവർ മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, കാർഡൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ 2 സംഭവമാണ് വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ നമ്മുടെ വൺ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ബുക്കാണ്. അത് നമുക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വൺ കാർഡിൻ്റെ കാർഡും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വൈപ്പിംഗ് ഒരു സംഭവം പോലെ ഉണ്ടോ, പൊളിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാൻ പൊളിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെൽക്കം ടു വൺ കാർഡ് ഫാമിലി എന്നൊരു കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി വൺ കാർഡിൻ്റെ ഫാമിലി കുറേ കാലം മുമ്പായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള QR കോഡോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വൺ കാർഡിൻ്റെ സൈഡിൽ നിന്ന് പണ്ട് നമുക്കത് കിട്ടിക്കുന്നതാണ് ഓൾറെഡി ഒരു ലെറ്റർ. അത് സൗത്ത് ബാങ്കിൻ്റെ ഇഷ്യൂഡ് ബൈ സൗത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നു. ഇത് വൺ കാർഡിൻ്റെ കാർഡ് ചെറുതായിട്ടൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കാർഡിന് കളർ കുറച്ച് ശേഷം മാറിയിട്ടുണ്ട്. പുതിയ കാർഡിന് ഒരു ഗ്രേയിഷ് കളർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ വൺ കാർഡ്. കണ്ടോ, ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ് വന്നിരിക്കുന്നത്. മറ്റേ ഞാൻ പഴയ വൺ കാർഡ് ഞാൻ കാണിച്ചു തരാം. അത് കൊള്ളാം എന്തായാലും. അപ്പോൾ മെറ്റൽ കാർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കളറാണ് കിട്ടുക കേട്ടോ. ഡുവൽ ടോൺ കളറുള്ളതാണ് കിട്ടുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പഴയ വൺ കാർഡ്. ഇതിൽ ശരിക്കും അങ്ങനത്തെ ഉണ്ട്. ശരിക്കും നമ്മുടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നതാണ് മാത്രം. എന്നാലും ചെറിയൊരു കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറിയൊരു ഗ്രേഷ് കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. മറ്റമ്മ ഒരു ലൈറ്റ് ബ്ലാക്ക് ആയിരുന്നു, ഇത് ചിലപ്പോൾ ചെറുതായിട്ടൊരു ഗ്രേ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ ഒരു മുകളിലായിട്ട് ഇതുമ്മ സൗത്ത് ബാങ്കിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. പുതിയ കാർഡിൽ സൗത്ത് ബാങ്കിൻ്റെ ലോഗോ കാണാനില്ല കേട്ടോ. അത് മിക്കതും ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. ആ കാർഡിൻ്റെ ആ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഒരു ബാക്കിലേക്ക് മാറ്റി കണ്ടു. സൗത്ത് ബാങ്കിൻ്റെ ലോഗോ ഒക്കെ ബാക്കിലേക്ക് മാറ്റി. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കാർഡ് കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്. NFC സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ വിസ സംഭവങ്ങളൊക്കെ അവർ എംബോസ് ചെയ്തൊക്കെയാണ് പിന്നെ പുറത്തേക്ക് പൊന്തിക്കുന്നുണ്ട്. വെറുതെ പ്രിന്റഡ് അല്ല. ആദ്യത്തിൽ പ്രിന്റിങ് മാത്രമായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇതും ചെറുതായിട്ട് എംബോസ് ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ അതും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും സംഭവം മാഞ്ഞു പോകണമെന്നില്ല കേട്ടോ. അതൊക്കെ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. ഇനി നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇതിൽ ഓൾറെഡി ഒരു QR കോഡ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിൽ പോയിട്ട് സ്കാൻ ചെയ്താൽ മതി. അത് ഞാൻ അടുത്ത് കാണിച്ചു തരുന്നില്ല. എന്ന് വെച്ചാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക, ഹിഡനായിട്ട് വെക്കേണ്ട കുറേ സംഭവങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ QR കോഡ്. അതുപോലെ തന്നെ കുറേ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല.
അത് ആക്ച്വലി യൂട്യൂബിൻ്റെ റൂളിൻ്റെ ഔട്ട് ഓഫ് ദ റൂൾ തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ വേറെ ആളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ഫില്ല് ചെയ്യുന്നത് ആക്ച്വലി കാണിക്കാൻ പാടില്ല എന്നൊരു യൂട്യൂബിൻ്റെ റൂളൊക്കെ ഉണ്ട്. അത് കാണിച്ചുള്ളവർക്കൊക്കെ ശരിക്കും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നായിരിക്കും. അപ്പോൾ അത് ആക്ച്വലി കാണിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താട്ടാ. അത് ഏത് സോഷ്യൽ മീഡിയയിലും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഡാറ്റാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ പണി വരുന്ന വഴി അറിയില്ല കേട്ടാ. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പണി വരും. അപ്പോൾ അതൊക്കെ ലീക്ക് ആവാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ONECARD സൈഡിൽ നിന്ന്. ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ സെർവർ ലീക്ക് ആയതാണോ എന്താ സംഭവം എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഒരു ഫ്രോഡ് കോൾ വരുന്നുണ്ടായിരുന്നു ONECARD എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ട്രൂ കോളറിലടക്കം ഒറിജിനൽ ONECARD പോലെ കാണിക്കുന്നത്. അവർ നമ്മുടെ കാർഡ് പറയാണ്, നമ്മുടെ കാർഡ് ആദ്യത്തെ 16 ഡിജിറ്റ് കാർഡ് നമ്പർ ഒരു ഫുൾ പറഞ്ഞു എന്നോട്, എൻ്റെ കാർഡ് ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒറിജിനലായിരിക്കുന്നു. പക്ഷെ സംഭവം ഫ്രോഡുകളാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കാനുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനത്തെ ഫ്രോഡ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ബിസി ആയിട്ട് സമയത്ത് നിങ്ങൾ ഇതുപോലെ കോൾ വന്നിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പണി വരുന്ന വഴി അറിയില്ല കേട്ടാ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ ഡീറ്റെയിൽസോ സംഭവമോ ഡാറ്റ ലീക്കായി നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങളുടെ കാർഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് കാർഡ് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ടോൾ ഫ്രീ നമ്പർ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കിട്ടും. അതിൽ വിളിച്ച് ഓൾറെഡി കാര്യം പറയാം. നമുക്ക് കാർഡ് ഓൾറെഡി ഒന്നെങ്കിൽ നമ്മുടെ പഴയ കാർഡ് ബ്ലോക്ക് ആയിരുന്നോ അല്ലെങ്കിൽ മിസ്സായിരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് ലീക്ക് ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് ഓർഡർ ചെയ്യാം. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ 150 രൂപ പ്ലസ് GST കൊടുക്കണം. മെറ്റൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ 3000 രൂപ പ്ലസ് GST നമുക്ക് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കാർഡൊക്കെ ധാരാളമാണ്, പ്ലാസ്റ്റിക് കാർഡൊക്കെ മതി. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കാർഡ് മതി എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു 7 days എടുക്കും നമുക്ക് കാർഡ് കിട്ടാൻ. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വെർച്വൽ കാർഡ് ആക്ടിവേറ്റ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 7 days എടുക്കും കാർഡ് നമ്മുടെ ഡെലിവർ ആയി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ കാർഡ് ഇന്നാണ് ഡെലിവർ ആയത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ലീക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കാർഡ് കളഞ്ഞു പോയി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടാ. അത് സൂക്ഷിച്ച് വെക്കാൻ മറക്കണ്ട. ഇത് എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ONECARD മാത്രമല്ല, എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ബാധകമാണ്. എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ സൈഡിൽ നിന്ന്, അതായത് ഇപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ലീക്ക് ആവുക അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ കാർഡ് വെട്ടുമോ അല്ലെങ്കിൽ കാർഡ് കളഞ്ഞു പോയി എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ആ മിനിറ്റ് തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ ആക്ച്വലി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.